സേനാപതി വേണുവിനെ പോലെ ചാനലിലും അല്ലാതെ പ്രവർത്തനത്തിലുമൊക്കെ അഗ്രസീവായി കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന, നന്നായി സംസാരിക്കുന്ന, നല്ല പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ മറുപക്ഷത്ത് നിൽക്കുന്നു. അവിടുത്തെ ഒരു കണക്ക് 2011 കണക്ക് 2011 കെ ജയചന്ദ്രൻ അവിടെ 9833 വോട്ടിനാണ് വിജയിച്ചത്. 2016 എം എം മണി എത്തുമ്പോൾ എം എം മണി കേരളത്തിൽ വലിയ ജനപ്രിയനായ നേതാവൊക്കെ ആയിരുന്നതിന് ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ജനപ്രിയനായി ഉയർന്നതിൻ്റെ ഒരു മന്ത്രിയായ ശേഷമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആ തരത്തിലൊരു ജനപ്രീതി മറ്റൊരു തരത്തിൽ കൂടി വന്ന് അദ്ദേഹം ഒരു അനിഷേധ്യ നേതാവായി വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒട്ടേറെ വിവാദങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അന്ന് 2014 കഷ്ടിച്ചാണ് അദ്ദേഹം ജയിക്കുന്നത്. 1109 വോട്ടിന് മാത്രമാണ് അദ്ദേഹം ജയിക്കുന്നത്. ആ തവണ അദ്ദേഹം വൈദ്യുതി മന്ത്രിയാവുന്നു. വൈദ്യുതി മന്ത്രിയായ ശേഷമൊക്കെ എം എം മണിയുടെ ഗ്രാഫ് ഉയർന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എം എം മണിയെ പോലെ സാധാരണഗതിയിൽ വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളോട് പടവെട്ടിയ ഒരാൾ ഇങ്ങനെ ഒരു സുപ്രധാന വകുപ്പ് എടുക്കുകയും ആ വൈദ്യുതി വകുപ്പ് വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ 38,305 വോട്ട് കിട്ടി. നമുക്ക് ഈ കഴിഞ്ഞ തവണത്തെ 38,305 വോട്ടിൻ്റെ ഭൂരിപക്ഷം വെച്ച് ഈ തവണത്തെ ഈ കെ ജയചന്ദ്രനും സേനാപതി വേണുവും തമ്മിലുള്ള മത്സരത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? വലിയ വ്യത്യാസമാണ് ഉള്ളത് കിരൺ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പ്രത്യക്ഷത്തിലൊന്ന് ഒരു നോട്ടം നോക്കിയാൽ അതങ്ങനെ എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ പ്രതീക്ഷ എത്രത്തോളം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ സേനാപതി വേണു എന്ന സ്ഥാനാർത്ഥിയുടെ മികവ് അവർ വളരെ പ്രധാനപ്പെട്ട ഘടകമായി കാണുമ്പോൾ അവിടെ മുൻ MLA-യും ചിരപരിചിതനുമായ നേതാവാണ് കെ ജയചന്ദ്രൻ എന്നുള്ളതാണ് അപ്പുറത്തു നിൽക്കുന്ന ഒരു വെല്ലുവിളി. അതുകൊണ്ട് തന്നെ അങ്ങനെ ചുവന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം പെട്ടെന്ന് മാറുമോ എന്ന സംശയം ബാക്കിയാണ്. പക്ഷേ നമുക്ക് എടുത്തു കാണാൻ കഴിയുന്ന മറ്റൊരു സവിശേഷത, ഇപ്പോൾ കോട്ടയം ജില്ലയിലെ തന്നെ കടുത്തുരുത്തി മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 4000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് UDF-നെ കൊണ്ടെത്തിക്കാൻ 42,000-ൽ നിന്ന് 4,000-ലേക്ക്, അതായത് അത്ര വലിയൊരു ഇടിവ് കൊണ്ടെത്തിക്കാൻ രാഷ്ട്രീയ കാരണങ്ങൾ പലതാണ്. നമ്മൾ അത്രയും വിശദമായി പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഭൂരിപക്ഷം ഇടിക്കുക എന്നൊക്കെയുള്ളത് പല മണ്ഡലങ്ങളിലും അങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷേ ഈ ഉടുമ്പൻചോലയെ സംബന്ധിച്ച് അത് എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. ഇവരുടെ എല്ലാം പ്രതീക്ഷ ഇപ്പോൾ ഇടുക്കിയിൽ 5 സീറ്റും ലഭിക്കുമെന്നൊക്കെ പല കോൺഗ്രസ്സുകാരും പറയാറുണ്ട്. പക്ഷേ അത്രത്തോളം വലിയൊരു തരംഗം UDF-ന് അനുകൂലമായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഉടുമ്പൻചോലയും വീണേക്കാം ഉള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് വളരെ ഒരുപക്ഷെ 2 സ്ഥാനാർത്ഥികളും പരിചിതരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം നല്ല ഫൈറ്റിലേക്ക് അവിടെ പോയേക്കാം. പക്ഷെ അത് ഒരു ഇടത് മണ്ഡലം അല്ലാതായി മാറുമോ എന്ന സംശയം അവിടെ ബാക്കിയാണ്. കിരൺ, ശ്രീത്ത് പറഞ്ഞ ആ കണക്കിൽ തന്നെയാണ് LDF-ന്റെ പ്രതീക്ഷയും വെക്കുന്നത്. LDF രണ്ടാമതായി, ദേവികുളം കഴിഞ്ഞാൽ രണ്ടാമതായി തന്നെ കാണുന്നത് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോലയിൽ LDF ഉറപ്പിച്ച് പറയുന്നു ഞങ്ങളുടെ വിജയം ഉറപ്പാണ് എന്നുള്ളത്. ഈ ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകത. അത് UDF-ഉം ഉറപ്പിച്ച് അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു. UDF-ന്റെ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ LDF-ഉം ആ തരത്തിൽ തന്നെയാണ് ഉടുമ്പൻചോലയിൽ വിജയം പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു സാധ്യതാ മണ്ഡലം ഇടുക്കിയാണ്. ഇടുക്കിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത അത് റോഷി അഗസ്റ്റിന്റെ മണ്ഡലമാണ് ഇടുക്കി. മന്ത്രിയായിരുന്ന കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി ജോസ് കെ മാണി പരാജയപ്പെടുകയും റോഷി അഗസ്റ്റിൻ മന്ത്രിയാവുകയും ഒക്കെ ചെയ്തു. പാലക്കാരനാണ് റോഷി അഗസ്റ്റിൻ. പക്ഷേ പാലക്കാരനായ റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്നത് ഇടുക്കിയിലാണ്. പക്ഷേ ഇടുക്കിയെ സംബന്ധിച്ച്, ആ മണ്ഡലത്തെ സംബന്ധിച്ച് അത്രത്തോളം നേരിട്ട് പരിചയമുള്ള അല്ലെങ്കിൽ അത്രത്തോളം അവിടെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് റോഷി അഗസ്റ്റിൻ. 2011 15,806 ഭൂരിപക്ഷമെങ്കിൽ 2016 9,333 കഴിഞ്ഞ തവണ 5,573 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. ഇതിൽ ഈ ഒരു LDF-ന്റെ ഒരു കണക്ക് മാത്രം ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ അത് ഈ സമയത്ത് അദ്ദേഹം LDF ആയിരുന്നു. 62,368 വോട്ട് കിട്ടുമ്പോൾ അദ്ദേഹം LDF ആയിരുന്നു. UDF-ന് 56,795 വോട്ടാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 5,573 ആയിരിക്കുന്നു. ഈ എം എം മണി മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഗ്രാഫ് വല്ലാതെ ഉയർന്നു. അദ്ദേഹത്തിന് എതിരാളികളില്ലാത്ത രീതിയിലേക്ക് വലിയ പിന്തുണയുണ്ട്. റോഷി അഗസ്റ്റിന് പക്ഷേ മന്ത്രിയായ ശേഷം അങ്ങനെയല്ല. റോഷിയെ ഇത്തവണ വീഴ്ത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ പ്രധാനമായും നിൽക്കുന്നത്. റോയ് കെ പൗലോസിനെ പോലെ പരിചയസമ്പന്നനായ ഒരു നേതാവ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇക്കുറി റോഷി വീഴും. അതോടൊപ്പം തന്നെ റോഷി നേരത്തെ ഇടതുമുന്നണി UDF-ലേക്ക് വരുന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ, അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നൊക്കെ ഒരു വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് UDF. അപ്പോൾ ആ UDF-ന് ആ പ്രതീക്ഷയ്ക്ക് റോഷിയുടെ ഇളക്കാനാവാത്ത 6ാം തവണയും വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി തന്നെ ഇടുക്കി തുടരുമോ? അതോ UDF-ന്റെ പ്രതീക്ഷയ്ക്കൊപ്പം റോയ് കെ പൗലോസിന് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ, അവർ കാണുന്ന സാധ്യത എത്രത്തോളമുണ്ട്?
കിരൺ, ഒരു പരിധി വരെ ഇടുക്കിയിൽ അങ്ങനെ ഒരു വളരെ ശക്തമായ മത്സരം നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. UDFന്റെ പ്രവചനങ്ങൾ, പ്രതീക്ഷകൾ ഒരല്പം യാഥാർത്ഥ്യബോധത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത് ഇടുക്കി ഒരു UDF അനുകൂല മണ്ഡലമായി പല കാലങ്ങളായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ഒരു തവണ ഇടത് തരംഗത്തിൽ വിജയിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് കിരൺ നേരത്തെ ചൂണ്ടിക്കാണിച്ച പല കാരണങ്ങളും അവിടെയുണ്ട്. മന്ത്രിയായ ശേഷമുള്ള റോഷി അഗസ്റ്റിനെതിരെ വലിയ താഴെത്തട്ടിൽ വലിയ പ്രചരണം നടത്താൻ അവിടുത്തെ UDF ക്യാമ്പ് കാലങ്ങളായി ശ്രമിച്ചിരുന്നു. ശരിയാണ്, റോഷി എല്ലാവരോടും സംസാരിക്കുന്നു, മിണ്ടുന്നു. പക്ഷെ താഴെത്തട്ടിലെ പല പ്രവർത്തനങ്ങളിലും മണ്ഡലത്തിലെ വികസനത്തിൽ റോഷി ശ്രദ്ധിച്ചിട്ടില്ല എന്ന ആരോപണമാണ് എതിരാളികൾ പ്രചരിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഇതൊരു UDF മണ്ഡലമാണ് എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്ത് ഒരു ശക്തമായ മത്സരം നടത്തുമ്പോൾ അവിടെ ജയിക്കാൻ കഴിയുമെന്ന് അവർ കോൺഫിഡൻസ് പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത് ഇടുക്കിയിലൂടെ കഴിഞ്ഞ കുറെ കാലങ്ങളായി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സഭകൾ, പ്രത്യേകിച്ച് ഇടുക്കി രൂപതയൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി സർക്കാരിനെതിരെ പല വിഷയത്തിൽ താഴെത്തട്ടിൽ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ഇത് നമുക്ക് പലതരത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, അതിലൊക്കെ കുറെ കൂടി ഇടപെടാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ താഴെത്തട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ എത്രത്തോളം പരിഹാരമുണ്ടായി, ജനങ്ങളെ നേരിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് റോഷിയുടെ വിജയത്തിൽ അല്ലെങ്കിൽ പരാജയത്തിലൊക്കെ വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇടുക്കി ഒരു ഞാണിന്മേൽ കളിയായി ഇത്തവണ മാറുകയാണ്. കിരൺ, ശരി, എന്തായാലും നമുക്ക് ഇടുക്കിയടക്കം വിശദമായി പരിശോധിച്ചു. ഇടുക്കിയിലടക്കം ഇപ്പോഴും അങ്ങനെ ഒരു ഉറപ്പ് എന്ന തരത്തിലേക്ക് റോഷി തന്നെ വിജയിക്കുമെന്ന തരത്തിലേക്കല്ല, അവിടെ ചില കടുത്ത മത്സരം തന്നെ നടക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും ഒരു മേൽക്കൈ റോഷി അഗസ്റ്റിന്, ആ മേൽക്കൈ ഇപ്പോഴും അവിടെ ഉണ്ട്. കാരണം ദീർഘകാലമായി ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ കോൺഗ്രസ് അത് ഏറ്റെടുത്തോടുകൂടി, അത് കോൺഗ്രസ് അനുകൂല മണ്ഡലം എന്ന നിലയ്ക്ക്, കാലങ്ങളായി UDF ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം എന്ന നിലയ്ക്ക് അവിടെ റോഷിയായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ പോലും UDF ജയിച്ചിരുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് ഒരു പ്രതീക്ഷ കോൺഗ്രസും കാണുന്നുണ്ട്. നമുക്കിനി മറ്റ് LDFന്റെ പ്രതീക്ഷകളിലേക്കും സാധ്യതകളിലേക്കും കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.